ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 SSC GD എക്സാമിൻ്റെ 2024 കഴിഞ്ഞ വർഷം നടന്ന കുറച്ച് പ്രധാനപ്പെട്ട GK ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു 5-6 പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2022-ലും 2021-ലെയൊക്കെ ചോദ്യപേപ്പറൊക്കെ ബേസ് ചെയ്തല്ലേ. സോ കാണാത്തവരുണ്ട്, എന്ത് ചെയ്യുക, അത് കാണുക. ഉറപ്പായി നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമിന് ഇതിൽ നിന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, കിട്ടുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ സെറ്റിലോട്ട് പോകാം. ഫസ്റ്റ് ചോദ്യം, ഛത് പൂജ ആൻഡ് ഏൻഷ്യൻ ഹിന്ദു ഫെസ്റ്റിവൽ ക്യാൻ ഫാൾ ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് മന്ത്? ഛത്ത്, നമ്മൾ ഇത് മുമ്പ് ഫെസ്റ്റിവൽസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പൂജയാണ് ഈ ഛത് പൂജ. ഛത് പൂജ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എവിടെ നടക്കുന്ന ഫെസ്റ്റിവലാണ്? ഏത് ഇന്ത്യൻ സ്റ്റേറ്റ്? അതായിരുന്നു അന്നത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ഏത് സ്റ്റേറ്റിൽ നടക്കുന്നതാണ് അല്ലേ? നമ്മുടെ ബീഹാറിലാണല്ലേ. നമ്മുടെ ബീഹാറിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട, ബീഹാർ, ജാർഖണ്ഡ് ആ മേഖലയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട എന്താണ് ഒരു ഫെസ്റ്റിവലാണ് ഇത് ഛത് പൂജ. ഇത് ഏത് ദൈവത്തെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ് ഛത് പൂജ? അതും നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടതാണ് അല്ലേ. ഛത് പൂജ ഏത് ദൈവത്തെ റിലേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ്? ഛത് പൂജ ഏത് ദൈവത്തെ റിലേറ്റ് ചെയ്യുന്നടാ? നമ്മുടെ സൂര്യ ഭഗവാന് അല്ലേ, സൂര്യദേവനെ അല്ലേ, സൂര്യദേവനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന, വർഷിപ്പ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് ഇത് ഛത് പൂജ എന്ന് പറയുന്നത് അല്ലേ. ദെൻ അത് ഏത് മാസത്തിലാന്ന് ചോദിച്ചാൽ നമ്മുടെ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ആഘോഷിക്കുന്നത്. ഏത് മാസങ്ങളിലാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ. സോ അവിടെ ആൻസറിൽ ഇപ്പോൾ നവംബർ ഉണ്ട്. സോ ഓപ്ഷൻ ബി ആണ് കേട്ടോ. സോ ഛത് പൂജ ഏത് മാസങ്ങളിലാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇന്ത്യയിൽ ആഘോഷിക്കുന്ന, ഇന്ത്യയിൽ അത് തന്നെ ഏത് സ്റ്റേറ്റിൽ? ബീഹാർ, ജാർഖണ്ഡിലൊക്കെ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ് ഇത് ഛത് പൂജ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട എന്താണ് ഒരു ഫെസ്റ്റിവലാണ് ഇത് ഛത് പൂജ ഫെസ്റ്റിവൽ. ഓക്കെ, ഇത് പല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ എന്താണ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കും. ഓക്കെ, അതുപോലെ ഈ നവംബർ മാസം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശകവർഷത്തിൽ ഏത് മാസം? നവംബർ, കാർത്തികയാണ് അല്ലേ. അതിന് നോട്ട് ചെയ്യണേ. ഈ ഫെസ്റ്റിവൽ പറഞ്ഞത് കാർത്തിക മാസത്തിലാണ്. നമ്മുടെ കാർത്തിക ശകവർഷത്തിലെ കാർത്തിക മാസത്തിലാണ് കേട്ടോ. അങ്ങനെയും ചിലപ്പോൾ ചോദിക്കും. ഇപ്പോൾ ഇതിൽ നവംബറും ചോദിച്ചു, ചിലപ്പോൾ അവർ ശകവർഷം ബേസ് ആയിരിക്കും ചോദിക്കുന്നത്. സോ കാർത്തിക മാസം, ശകവർഷത്തിലെ കാർത്തിക മാസം നവംബർ മാസത്തിലാണ് നമുക്ക് എന്ത് പറഞ്ഞത്, ഈ പറയുന്ന ഛത് പൂജ വരുന്നത്. ഓക്കെ, കാര്യം ഒക്ടോബർ നവംബർ, കാർത്തിക നമ്മൾ ഒക്ടോബർ ലാസ്റ്റ് ടു നവംബർ അവസാനം വരെ വരും അല്ലേ. സോ അതുകൊണ്ട് ഇതാണ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് മാർഷൽ ഡാൻസ് ഫോംസ് ഓഫ് മണിപ്പൂർ? മണിപ്പൂരിൻ്റെ മാർഷൽ ഡാൻസ് ഫോം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പം ഡാൻസ് ഫോം ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് ഡാൻസ് ഫോം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലൊരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ മാർഷൽ ആർട്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പം ഉദാഹരണം പറയുമ്പോൾ കേരളത്തിൽ നമ്മുടെ ഏതാണ് കളരിപ്പയറ്റ് അല്ലേ. നമ്മുടെ കളരിപ്പയറ്റ് ഉണ്ടല്ലോ, നമ്മുടെ കളരിപ്പയറ്റ് അല്ലേ നമ്മുടെ കേരളത്തിൽ. അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിലാണെങ്കിൽ സിലമ്പാട്ടം, ഇതൊക്കെയാണ് മാർഷൽ ആർട്സ് എന്ന് പറയുന്നില്ലേ. സോ ഇതിലേത് ഇന്ത്യൻ സ്റ്റേറ്റിലെ മാർഷൽ ഡാൻസ് ആണ്, അല്ല മണിപ്പൂരിലെ മാർഷൽ ഡാൻസ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. സോ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, തങ്ത. ഇതാണ് തങ്തയാണ് മണിപ്പൂരിൻ്റെ മാർഷൽ ഡാൻസ്. തങ്ത മീൻസ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്വേഡ് ആൻഡ് സ്പിയർ എന്നാണ് കേട്ടോ. സ്വേഡ് ആൻഡ് സ്പിയർ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് വാളും കുന്തവും വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാർഷൽ ആർട്സ് ആണ് ഇത് തങ്ത എന്ന് പറയുന്നത്. സോ ഇതാണ് ആൻസർ. സോ മണിപ്പൂരിൻ്റെ ആണ് കേട്ടോ. അതുപോലെ ഞാൻ കുറച്ച് പ്രധാനപ്പെട്ടത് പറഞ്ഞുതരാം. ഇപ്പോൾ കളരിപ്പയറ്റ്, സിലമ്പാട്ടം പോലെയൊക്കെ അതുകൊണ്ട് നമ്മുടെ പഞ്ചാബിലൊരു മാർഷൽ ഡാൻസാണ് ഗട്ക. പഞ്ചാബിലെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താണ് മാർഷൽ ഇതാണ് ഗട്ക. അതുപോലെ നമ്മുടെ ബീഹാറിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മാർഷൽ ആർട്സാണ് പരിഖണ്ഡ. ബീഹാറിൽ മറ്റൊരു മാർഷൽ ആർട്സാണ്. അതുപോലെയാണ് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മാർഷൽ ആർട്സാണ് കത്തി സാമു.
കത്തിസാമു, ആന്ധ്രാപ്രദേശ്, ആന്ധ്ര. ഇതൊക്കെ പ്രധാനപ്പെട്ട എന്താണ് മാർഷൽ ഡാൻസുകളാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം ഏത് സ്റ്റേറ്റിലെന്ന് പറഞ്ഞ് ചോദിക്കും. സോ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട എന്താണ് മാർഷൽ ആർട്സ് ഫോംസുകളാണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് മണിപ്പൂരിലെ എന്ന് പറയുന്നത് എന്താ സ്വാഡ് ആൻഡ് സ്പിയർ. ഓക്കെ. ഗഡ്ക എവിടെയാ? ഗഡ്ക പഞ്ചാബ്. പാരിഖണ്ഡ എവിടെയാ? ബീഹാറിൽ. അതുപോലെ തന്നെ കത്തിസാമു എവിടെയാ? ആന്ധ്രാപ്രദേശ്. ഓക്കെ. ദെൻ അടുത്ത സ്ലൈഡ് പോയാലോ. അടുത്ത ചോദ്യം, സുംഗ ഡൈനാസ്റ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഹൂ എമംഗ് ദ ഫോളോയിങ് റൂളർ? ഏത് റൂളറാണ് സുംഗ ഡൈനാസ്റ്റി? നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇത് ഹിസ്റ്ററിയുടെ ഒരു ചോദ്യമാണ് അല്ലേ. നമ്മുടെ ഡൈനാസ്റ്റികൾ എപ്പോഴും നമുക്ക് ചോദിക്കും. അതിൽ സുംഗ ഡൈനാസ്റ്റി ഒരുപാട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലേ. സുംഗ ഡൈനാസ്റ്റി ആരുടെ ഫൗണ്ടർ? പുഷ്യമിത്ര സുംഗ അല്ലേ. പുഷ്യമിത്ര സുംഗയാണ് സുംഗ വംശത്തിൻ്റെ എന്താണ് സ്ഥാപകൻ. സുംഗ ഡൈനാസ്റ്റി സ്ഥാപകൻ ആരാണ്? പുഷ്യമിത്ര സുംഗ. ഇദ്ദേഹം നേരത്തെ ആരായിരുന്നു? നമ്മുടെ മൗര്യയിൽ അല്ലേ. മൗര്യ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളർ ആര്? ബൃഹദ്രഥൻ അല്ലേ. മൗര്യയിലെ ലാസ്റ്റ് റൂളറാണ് ആര്? ബൃഹദ്രഥൻ്റെ ജനറലായിരുന്നു അല്ലേ ഈ പുഷ്യമിത്ര സുംഗ. ഈ ബൃഹദ്രഥനെ കൊന്നാണ് പുഷ്യമിത്ര സുംഗ എന്ത് ഡൈനാസ്റ്റി പിടിച്ചെടുത്തത്? മൗര്യ ഡൈനാസ്റ്റി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഡൈനാസ്റ്റി സ്ഥാപിക്കുകയായിരുന്നു അല്ലേ. ഏ ഡൈനാസ്റ്റി? പുഷ്യമിത്ര സുംഗ. ഏത്? സുംഗ ഡൈനാസ്റ്റി. ദ ഫൗണ്ടർ ഓഫ് സുംഗ ഡൈനാസ്റ്റി ആര്? പുഷ്യമിത്ര സുംഗ. ഇതുപോലെ എല്ലാ ഡൈനാസ്റ്റികളുടെ എന്ത് ചെയ്യുക? കൃത്യമായും ഫൗണ്ടേഴ്സ് പഠിക്കുക കേട്ടോ. കൃത്യമായും ഫൗണ്ടേഴ്സ്. ഇപ്പം കൻവ ആണെങ്കിൽ ആരാ ഫൗണ്ടർ? കൻവ ഡൈനാസ്റ്റി. ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് കൻവ? വാസുദേവ കൻവ അല്ലേ. അതുപോലെ ശതവാഹനയാണെങ്കിലോ? ശതവാഹന ഡൈനാസ്റ്റി. ഹു വാസ് ഫൗണ്ടർ ഓഫ് ശതവാഹന? സിമുഗ അല്ലേ. ശതവാഹന അല്ലേ. കുഷൻ ഡൈനാസ്റ്റി ആണെങ്കിലോ? കുശന വംശം, കുഷൻ ഡൈനാസ്റ്റി ആരാണ്? കജുല ഖഡ്ഫീസസ് അല്ലേ. അല്ലേ. ഏതിൻ്റെ ഫൗണ്ടർ? കുഷൻ ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ അല്ലേ. അതുപോലെ ചോള ആണെങ്കിലോ? ചോള നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്താണല്ലേ. ചോള ഏതാ? വിജയലയ അല്ലേ. ചോള വിജയലയ അല്ലേ. അതുപോലെ പല്ലവ ആണെങ്കിലോ? പല്ലവ ഡൈനാസ്റ്റി ആണെങ്കിൽ ആരാ? സിംഹ വിഷ്ണു അല്ലേ. അതുപോലെ രാഷ്ട്രകൂട ആരാ? രാഷ്ട്രകൂട ദന്തി ദുർഗ അല്ലേ. ഏ ഡൈനാസ്റ്റി? രാഷ്ട്രകൂട വംശത്തിൻ്റെ സ്ഥാപകൻ കേട്ടോ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പാല ഡൈനാസ്റ്റി. ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് പാല ചോദിക്കും കേട്ടോ. പാല ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പാല ഡൈനാസ്റ്റി ആരാണ്? ഗോപാല. അതുപോലെ വാഗടക ഡൈനാസ്റ്റി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാഗടക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ വാഗടക ഡൈനാസ്റ്റി ആരാ? വിന്ധ്യ ശക്തി. ഇത് കേട്ടോ, ഇത് നോട്ട് വെച്ചോട്ടെ. ഇത് ഇപ്പോൾ ഈയിടെയായിട്ട് കുറേ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വാഗടക ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ ആര്? വാഗടക ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ വിന്ധ്യാശക്തിയാണ് വാഗടക വംശത്തിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്ന. വാഗടക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? വിന്ധ്യാശക്തി. സോ ഇത് എല്ലാ ഡൈനാസ്റ്റിയുടെ ഇതുപോലെ എന്ത് ചെയ്യുക? ഫൗണ്ടേഴ്സ് പഠിച്ചിരിക്കുക. ഫൗണ്ടേഴ്സ് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഷേർഖാൻ ഡിഫീറ്റഡ് ഹുമയൂൺ അറ്റ് ചൗസ ഇൻ. ഷേർഖാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാ? ഷെർഷാ സൂരിയാണല്ലേ. നമ്മുടെ ഷെർഷാ സൂരി. ഇദ്ദേഹത്തിന് ഇങ്ങനൊരു പേരുണ്ട്. ഷെർഷാ സൂരിയുടെ യഥാർത്ഥ പേരാണ് ഫരീദ് ഖാൻ എന്ന് പറയും. ഷെർഷാ സൂരിയുടെ യഥാർത്ഥ പേര് ഫരീദ് ഖാൻ. ചോദിക്കും കേട്ടോ, ആരാണ് ഫരീദ് ഖാൻ കേട്ടോ. ഷെർഷാ സൂരിയുടെ യഥാർത്ഥ പേരാണ് ഫരീദ് ഖാൻ എന്ന് പറയും. അപ്പോൾ ഈ ഫരീദ് ഖാൻ നമ്മുടെ ഹുമയൂണും തമ്മിൽ 2 യുദ്ധം നടന്നിട്ടുണ്ടല്ലേ. ഒന്ന് ചൗസയും മറ്റൊന്ന് കനൂജ് യുദ്ധം. അത് ഏത് വർഷങ്ങളാ? ചൗസ 1539, കനൂജോ 1540. സോ ആൻസറിൽ 39. പക്ഷെ 40 ഉണ്ടല്ലേ. പക്ഷെ 40 ചൗസയല്ല, 40 ഏതാ? കനൂജാണ് ഏത്? 40. 39 ഏത് യുദ്ധം? ചൗസ യുദ്ധം. ആര്? ഹുമയൂണും ഷേർഷാ സൂരിയും തമ്മിൽ നടന്നത് അല്ലേ. അതുപോലെ ഇനി 55 യുദ്ധം ഉണ്ടല്ലേ. അതും സൂർ ഡൈനാസ്റ്റി ചെയ്ത് തന്നെ അല്ലേ. ഷേർഷയുടെ മകനായ
സിക്കന്ദർ സൂരി അല്ലെ, സിക്കന്ദർ ഷാ സൂരി വി എസ് ഹുമയൂണ് അല്ലെ, ഹുമയൂണും സിക്കന്ദർ ഷായും തമ്മിൽ നടന്ന യുദ്ധം ഏത് വർഷം? 1555. യുദ്ധം അതിൻ്റെ പേര് ബാറ്റിൽ ഓഫ് സിർഹിന്ദ് അല്ലേ, സിർഹിന്ദ് യുദ്ധം, ബാറ്റിൽ ഓഫ് സിർഹിന്ദ് ഏത് വർഷം? 1555 എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഹൂ റോട്ട് ബുദ്ധചരിത, ദ ബയോഗ്രഫി ഓഫ് ബുദ്ധ? ബുദ്ധൻ്റെ ബയോഗ്രഫിയായ ബുദ്ധചരിതം എഴുതിയത് ആരാണ്? ബുദ്ധചരിതം എഴുതിയത് ഓപ്ഷൻ സി അശ്വഘോഷ അല്ലേ, നമ്മുടെ കനിഷ്ക രാജാവിൻ്റെ കൊട്ടാരത്തിലെ 2 കവികളാണ് ആര്? അശ്വഘോഷനും വസുമിത്രനും. അതിൽ അശ്വഘോഷൻ എഴുതിയ ബുക്കാണ് ബുദ്ധൻ്റെ ബയോഗ്രഫിയായ ഏതാ? ബുദ്ധചരിത. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചുള്ള ചോദ്യമാണ്. ബുദ്ധചരിത എഴുതിയത് ആരാണ്? ബുദ്ധചരിത എഴുതിയത് അശ്വഘോഷനാണ്. അശ്വഘോഷൻ്റെ ബുദ്ധചരിത, ദ ബയോഗ്രഫി ഓഫ് ദി ബുദ്ധ. ബുദ്ധൻ്റെ ബയോഗ്രഫിയാണ് ഏത്? ബുദ്ധചരിത. എഴുതിയത് ആരാടാ? അശ്വഘോഷ. അശ്വഘോഷൻ്റെ ഏത് ബുക്ക്? ബുദ്ധചരിത. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ? അടുത്ത ചോദ്യം, ദ ട്രൈബൽ ഗ്രൂപ്പ് കാൾഡ് സന്താൾ റിവോൾട്ട് ഇൻ വർഷം. ഏത് വർഷമാണ് സാന്താൾ കലാപം നടന്നത്? സാന്താൾ കലാപം, ഈ സാന്താൾ കലാപം നടന്നത് 1855 കേട്ടോ. ഏത് വർഷോടാ? 1855 നടന്ന ഒരു റിവോൾട്ടാണ് സാന്താൾ റിവോൾട്ട്. സാന്താൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട ട്രൈബ്സ് ആണല്ലോ. നമ്മുടെ ഈ വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ കേട്ടോ, ഈ മേഖലയിലൊക്കെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ട്രൈബ്സാണ് ആര്? ഈ സാന്താൾസ് എന്ന് പറയുന്നത്. ആ ട്രൈബ്സ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഒരു കലാപമാണ് ഇത്, സാന്താൾ കലാപം. ഏത് വർഷം? 1855 ഈ ഒരു കലാപം നടന്നത് കേട്ടോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ചോദിക്കും, വർഷം തന്നെ ചോദിക്കും. സാന്താൾ കലാപം നടന്ന വർഷം ഏത് വർഷം? 1855 സാന്താൾസ് ഒരു ട്രൈബ്സ് ആണ്. ഇതിലെ പ്രധാനപ്പെട്ട ട്രൈബൽ വിഭാഗമാണ് ആര്? സാന്താൾസ്. ഓക്കെ, ദെൻ അടുത്ത സ്ലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, ബർദോളി സത്യാഗ്രഹ ടുക്ക് പ്ലേസ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് ബർദോളി സത്യാഗ്രഹം നടന്നത്? നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമരമാണ് ബർദോളി സത്യാഗ്രഹ. 1928 ഈ സമരം നടന്നത് കേട്ടോ. നമ്മുടെ ഗുജറാത്തിൽ നടന്നൊരു സമരമായിരുന്നു ഈ ബർദോളി സത്യാഗ്രഹ. 1928 ഇതിൻ്റെ ലീഡർഷിപ്പ് അന്ന് നടത്തുന്നത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ്. നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഏത്? ഈ ബർദോളി സത്യ. അതുകൊണ്ടാണ് നമ്മൾ ബർദോളി ഗാന്ധി എന്നാരെ പറയുന്നത്? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ നമ്മൾ വിളിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ വിളിക്കുന്ന ഒരു പേരാണെന്ത്? ബർദോളി ഗാന്ധി. അദ്ദേഹമാണ് ബർദോളി സത്യാഗ്രഹയ്ക്ക് എന്ത് കൊടുത്തത്? നേതൃത്വം നൽകിയത്. ഏത് വർഷം? 1928 ബർദോളി സത്യാഗ്രഹ നടന്നത്. അതുകൊണ്ടാണ് ബർദോളി ഗാന്ധി. ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ചോദ്യമാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡാൻസ് ഫോം ഈസ് വെഡഡ് വിത്ത് ഹിന്ദുസ്ഥാനി മ്യൂസിക് സോൾ? ഏത് ഡാൻസ് ഫോമാണ് ഹിന്ദുസ്ഥാനി സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതിലേതാ? സാത്രിയ, ഭരതനാട്യം, കഥകളി. എന്തായാലും കഥകളിയല്ല അല്ലേ? എന്തായാലും നമുക്ക് പറയാം കഥകളിയല്ല. ഭരതനാട്യം എന്തുമായി ബന്ധപ്പെട്ടതാ? കർണാട്ടിക് മ്യൂസിക്കുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? കർണാട്ടിക് സംഗീതം. ഭരതനാട്യം അതുപോലെ നമ്മുടെ കുച്ചിപ്പൊടിയും. ഭരതനാട്യവും കുച്ചിപ്പൊടിയും എന്തുമായി ബന്ധപ്പെട്ടതാ? കർണാട്ടിക് സംഗീതവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ സാത്രിയ ബോർഗീറ്റ് എന്ന് പറയുന്ന ഒരു മ്യൂസിക്കുമായി ബന്ധപ്പെട്ടതാണ്. സാത്രിയ ഏത് സ്റ്റേറ്റിലെ ക്ലാസിക്കൽ ഡാൻസാണ്? അസ്സാമാണല്ലേ. ആസാമിൻ്റെ ക്ലാസിക്കൽ ഡാൻസാണ് ആര്? സാത്രിയയിൽ ഉപയോഗിക്കുന്ന സംഗീതം ബോർഗീറ്റ് എന്ന് പറയുന്ന ഒരു സംഗീതമാണ്. അതുപോലെ ഭരതനാട്യം നമുക്കറിയാം തമിഴ്നാടാണ്. കുച്ചിപ്പുടി എവിടെയാണ്? കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശാണ് അല്ലേ? ആന്ധ്രയിലെയാണ് കുച്ചിപ്പുടി. കഥകളി നമ്മുടെ കേരളം അല്ലേ? കഥക്ക് എവിടെയാണ്? ഉത്തർപ്രദേശാണ് അല്ലേ? യു പിയിലാണ് എന്ത് പറഞ്ഞത്?
കഥക്ക് പറഞ്ഞത് അല്ലേ. ഈ കഥക്കിലാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തെ പറ്റി എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് കേട്ടോ. ഹിന്ദുസ്ഥാനി സംഗീതത്തെ പറ്റി ഉപയോഗിക്കുന്ന ഇതിലാണ്, കഥക്കിലാണ്. സോ ഓപ്ഷൻ സി കഥക്കാണ് ആൻസർ കേട്ടോ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി കഥക്കാണ്. കഥക്കിൽ ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? ഹിന്ദുസ്ഥാനി സംഗീതമാണ്. അതുപോലെ കുച്ചിപ്പൊടിയിലും ഭരതനാട്യത്തിലും ഏതെന്ന് ചോദിച്ചാൽ അത് കർണാട്ടിക് സംഗീതമാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഹൗ മെനി സാൻസ്ക്രിറ്റ് പ്ലേയേഴ്സ് ആർ റിട്ടൺ ബൈ ഹർഷവർദ്ധൻ? ഹർഷവർദ്ധൻ എത്ര സംസ്കൃത കൃതികളാണ് എഴുതിയിട്ടുള്ളത്? ഇത് 2024 GDക്കും ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. 2023 CHSL എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. 23 CSL ചോദിച്ചു, 24 GDക്കും ചോദിച്ചു. സോ ചിലപ്പോൾ ഈ വർഷം 2024 CHSL CGL ചോദ്യങ്ങൾ ചിലപ്പോൾ ഈ വർഷത്തെ GD എക്സാമിന് എന്താണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഈ CHSLും CGLും ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസൊക്കെ അതേപാടി ഇവിടെ ചോദിക്കുന്നുണ്ട്, GD എക്സാമിന് ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതൊന്ന് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് CHSLും CGLൻ്റെയും 2024 ചോദിച്ച ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക. ചിലപ്പോൾ ഈ വരുന്ന 25 GD എക്സാമിന് എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻസ് കിട്ടും. ചില ക്വസ്റ്റ്യനാണ്, ഹൗ മെനി സാൻസ്ക്രിറ്റ് പ്ലേയേഴ്സ് ആർ റിട്ടൺ ബൈ ഹർഷവർദ്ധൻ? എത്രയാണ്? 3. എത്രണ്ണമാണ്? 3 എണ്ണം കേട്ടോ. 3 സംസ്കൃത കൃതികളാണ് ഹർഷവർദ്ധൻ എഴുതിയിട്ടുള്ളത്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് പ്രിയദർശിക, 2 നാഗനന്ദ, 3 രത്നാവലി കേട്ടോ. ഏതൊക്കെയാണ്? പ്രിയദർശിക, നാഗനന്ദ, രത്നാവലി കേട്ടോ. ഏതൊക്കെയാണ്? പ്രിയദർശിക, നാഗനന്ദ, രത്നാവലി കേട്ടോ. ഇതാണ് ആ 3 സംസ്കൃത കൃതികൾ. ആരെഴുതിയ? ഹർഷവർദ്ധൻ. ഈ ബുക്ക് നോട്ട് ചെയ്തോ, ചിലപ്പോൾ ഈ ബുക്ക് ഈ വർഷം ചോദിക്കാം കേട്ടോ. ഏതൊക്കെയാണ്? പ്രിയദർശിക, നാഗനന്ദ, രത്നാവലി. ഇങ്ങനെ ഈ 3 ബുക്കുകളാണ് ആരെഴുതിയിട്ടുള്ളത്? നമ്മുടെ ഹർഷവർദ്ധൻ. ഹർഷവർദ്ധൻ ഏത് ഡൈനാസ്റ്റിയാ? വർദ്ധന അല്ലേ. നമ്മുടെ വർദ്ധന ഡൈനാസ്റ്റിയിലെ രാജാവാണ് ആര്? ഹർഷവർദ്ധൻ അല്ലേ. അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ്. 3 സംസ്കൃത കൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ 3മാണ് ഈ ബുക്കുകൾ. ഈ 3 ബുക്കും നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബുക്ക് എന്ത് ചെയ്യാം ഈ വർഷം, കാരണം ഈ വർഷത്തെ CHSLന് ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ വർഷത്തെ CHSLന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹർഷവർദ്ധൻ്റെ 4 ബുക്ക് എന്നിട്ട് ചോദിച്ചു, ഇതിൽ ഏത് ബുക്കാണ് ഹർഷവർദ്ധൻ്റെ ബുക്ക് അല്ലെന്നായിരുന്നു ചോദ്യം. സോ ഈ 3 ബുക്കായിരിക്കും അതിലൊരു 3 ഓപ്ഷൻ. 4മതൊരു ബുക്ക് തരും, അത് ആരുടെ അല്ല? ഹർഷവർദ്ധൻ്റെ അല്ല. സോ ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, ഡ്യൂറിങ് എ കബഡി മാച്ച് ഈസ് ഓഫ് ഹൗ മെനി മിനിറ്റ്സ്? ഒരു കബഡി മത്സരം എത്ര നേരം വരുന്ന മത്സരമാണ് നമ്മുടെ? കബഡിയെ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട എന്താണ് ഒരു ഗെയിമാണ് അല്ലേ. സോ നമുക്ക് എത്ര മിനിറ്റാണ് കബഡി? നമ്മൾ ഇതിനു മുമ്പ് പല ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടല്ലോ. ഹോക്കി എത്ര മിനിറ്റ്, ഫുട്ബോൾ എത്ര മിനിറ്റ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വന്ന ക്വസ്റ്റ്യനാണ് കബഡി എത്ര നേരം വരുന്ന മത്സരമാണ്? കബഡി 40 മിനിറ്റ് വരുന്ന മത്സരമാണ്. എത്രയാണ്? 40 മിനിറ്റ്. അത് 20 മിനിറ്റ് ഹാഫ്, അടുത്ത 20 മിനിറ്റ് കേട്ടോ. അങ്ങനെ ടോട്ടൽ എത്ര മിനിറ്റ്? 40 മിനിറ്റ് വരുന്ന കളിയാണ്. അതിൽ 20 മിനിറ്റ് കഴിയുമ്പോൾ ബ്രേക്ക് വരും. ബ്രേക്ക് 5 മിനിറ്റ് ആണ് കേട്ടോ. അത് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. കബഡി മത്സരത്തിൻ്റെ ബ്രേക്ക് എത്ര മിനിറ്റ് ആണ്? 5 മിനിറ്റ് ബ്രേക്ക്, അത് കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് സെക്കൻഡ് കേട്ടോ. അങ്ങനെ ടോട്ടൽ 40 മിനിറ്റ് വരുന്ന മത്സരമാണ്. ഒരു കബഡി കളിയിൽ ഒരു ടീമിൽ എത്ര പേരുണ്ട്? 7 പേരാണ് അല്ലേ. ഒരു കബഡി മാച്ചിൽ 7 പേരാണ് വരുന്നത്. മൊത്തം 40 മിനിറ്റ് വരും. അതിൽ 20 ആദ്യത്തെ 20 മിനിറ്റ് കഴിയുമ്പോൾ എന്താണ്, ഒരു 5 മിനിറ്റ് ബ്രേക്ക് വരും. അത് കഴിഞ്ഞാണ് അടുത്ത 20 മിനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട് പോയല്ലോ. അടുത്ത ചോദ്യം, ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഈസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് ഡാഷ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആരെന്നറിയോ? ഇദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ലോഞ്ച് ചെയ്ത വ്യക്തി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ന്യൂസ് പേപ്പർ ആയത് ഇന്ത്യൻ ജേർണലിസം എന്ന് പറയാം അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ പ്രിൻ്റ് ചെയ്ത പത്രത്തിൻ്റെ പേരറിയോ? അതിൻ്റെ പേരാണ് ബംഗാൾ ഗസറ്റ് എന്ന് പറയും. പത്രത്തിൻ്റെ പേര്? ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ് ഏത്? ബംഗാൾ ഗസറ്റ്. ആ ബംഗാൾ ഗസറ്റ് പ്രിൻ്റ് ചെയ്ത ആളാണ് ആര്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്ന് പറയുന്നത്. സോ ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അല്ലെ ഫസ്റ്റ് പത്രം ബംഗാൾ ഗസറ്റാണ്. പക്ഷേ ബംഗാൾ ഗസറ്റ് പത്രം ഇന്ന് നിലവിലില്ല.
ഇന്ന് പബ്ലിഷ് ചെയ്യുന്ന ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പത്രം എന്നറിയോ? നിലവിൽ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്ന ആദ്യത്തെ പത്രം, അതിൽ ഏറ്റവും പഴക്കം ചെന്ന പത്രം അത് നമ്മുടെ ബോംബെ സമാചാറാണ് കേട്ടോ. ബോംബെ സമാചാർ പത്രമാണ് നിലവിൽ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന പത്രം എന്ന് പറയുന്നത്. ബോംബെ അഥവാ ഇന്നത്തെ മുംബൈ സമാചാർ എന്ന് പറയും കേട്ടോ. മുംബൈ സമാചാർ ഇത് 1822 പബ്ലിഷ് ചെയ്തത്. അത് പബ്ലിഷ് ചെയ്ത ആളുടെ പേരാണ് ഫർദൂൻജി മസ്ബാൻ കേട്ടോ. ഫർദൂൻജി മസ്ബാനാണ് 1822 ബോംബെ സമാജ്. ഇതാണ് നിലവിൽ ഇന്ന് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്ന ഏറ്റവും പഴക്കം ചെന്ന പത്രം. പക്ഷേ ഇന്ത്യയിൽ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് ജെയിംസ് അഗസ്റ്റസ് സിക്കിയുടെ അതാണ് ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന ഈ ഒരു പത്രമാണ്. ഓക്കെ, ദെൻ അടുത്ത ദിവസത്തോട്ട് പോയല്ലോ. അടുത്ത ചോദ്യം, ഹു ഈസ് ഫേമസ് ഫോർ പ്ലേയിങ് പെർക്യൂഷൻ ഇൻസ്ട്രുമെൻ്റ് തബല? തബല വായിക്കുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയ വ്യക്തി ഇതിൽ ആരാണ്? സോ ആരാണ് തബല ആരാണ്? ഓക്കെ, ബിസ്മില്ല ഖാൻ. എന്തായിരുന്നു ബിസ്മില്ല ഖാൻ എന്ന് പറയുന്നത് നമ്മുടെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബിസ്മില്ല ഖാൻ ഷെഹനായി ആണല്ലേ. നമ്മുടെ ഷെഹനായി വായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട എന്താണ് ഒരാളാണ് ആര്? നമ്മുടെ ബിസ്മില്ല ഖാൻ എന്ന് പറയുന്നത് അല്ലേ. ദെൻ അയോധ്യ പ്രസാദ് എന്താണ് എന്ത് വായിക്കുന്ന ആളാണ്? അയോധ്യ പ്രസാദ് ഇത് ഡ്രമ്മാണ്. എന്താണ്? ഡ്രംസ് ആണ് കേട്ടോ. ഡ്രംസ് അല്ല, നമ്മളതിന് പറയും പക്കാ വാച്ച് എന്ന് പറയും. അതിൻ്റെ കറക്റ്റ് വേർഡ് അതാണ് കേട്ടോ, പക്കാ വാച്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് ആര്? അലി അഹമ്മദ് ഹുസൈൻ എന്ത് വായിക്കുന്ന ആളാണ്? അലി അഹമ്മദ് ഹുസൈൻ എന്താടാ? അദ്ദേഹവും ഷെഹനായി തന്നെയാണ് കേട്ടോ. അദ്ദേഹവും ആരാണ്? ഷെഹനായി ആണ്. പിന്നെ ഇനി ഒരാളല്ലേ ഓപ്ഷനിലുള്ളൂ. ആരാണ്? അല്ലാ രഖയാണ് എന്ത് വായിക്കുന്നത്? തബല കേട്ടോ. അദ്ദേഹം തബലയാണ് കേട്ടോ, അല്ലാ രഖ. അതുപോലെ നമ്മുടെ വളരെ ഫേമസ് ആയി തബല വായിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സക്കീർ ഹുസൈൻ അല്ലേ. സക്കീർ ഹുസൈനൊക്കെ ഈ വർഷം നല്ല ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. സക്കീർ ഹുസൈൻ, അല്ലാ രഖ, അതുപോലെ തന്നെ ഉസ്താദ് തഫൂഖ് ഖാൻ ഇവരൊക്കെ എന്താ തബലയാണ് കേട്ടോ. തബല വായിക്കുന്ന വളരെ ഫേമസ് ആൾക്കാരാണ്. ഓപ്ഷൻ ഡി അല്ലാ രഖ, സക്കീർ ഹുസൈൻ, തഫൂഖ് ഖാൻ ഇവരൊക്കെ എന്താണ് വളരെ പ്രധാനപ്പെട്ട എന്താണ് തബല വായിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ നമ്മുടെ ഇതുണ്ടല്ലോ, ഏതാണ്? സിത്താർ. നമ്മുടെ സിത്താർ വായിക്കുന്നതിൽ ഏറ്റവും ഫേമസ് ആയ ആളാണ് നമ്മുടെ രവിശങ്കർ അല്ലേ. പണ്ഡിറ്റ് രവിശങ്കർ അല്ലേ. അതുപോലെ ഷാഹിദ് പർവേസ് ഖാൻ അല്ലേ. ഇവരൊക്കെ എന്താണ് വളരെ പ്രധാനപ്പെട്ട എന്താണ് സിത്താർ പ്ലേയേഴ്സ് ആണ് അല്ലേ. വളരെ പ്രധാനപ്പെട്ട സിത്താർ പ്ലേയേഴ്സ് ആണ്. ദെൻ അതുപോലെ അടുത്ത് സന്തൂർ വായിക്കുന്ന വളരെ ഫേമസ് ആളാണ് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ കേട്ടോ. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ എന്ത് വായിക്കുന്ന ആള്? സന്തൂർ പ്ലേസ്ഡ് ആണ്. ഏതാണ്? ശിവകുമാർ ശർമ്മ. ഏതാണ്? ശിവകുമാർ ശർമ്മ. ഇതാണ് സന്തൂർ പ്ലേസ്ഡ് ആണ്. ശിവകുമാർ ശർമ്മ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ വാസ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ടേക്ക് പ്ലേസ് ഇൻ ഇന്ത്യ? ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്താണ്? ഈ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 1857 റിവോൾട്ടാണ് അല്ലേ. ഏതാണ്? നമ്മുടെ 1857 റിവോൾട്ടാണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മളതിന് അല്ലെങ്കിൽ ഒരു പേര് വിളിക്കും, ഷിപ്പായി മ്യൂട്ടണി എന്ന് വിളിക്കും അല്ലേ. ഷിപ്പായി മ്യൂട്ടണി.
അഥവാ 1857 റിവോൾട്ട്, ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അത് ഏത് വർഷമാണ്? 1857 അല്ലേ. സോ ആൻസർ 1857. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ 1857 റിവോൾട്ട് പൊട്ടിപ്പുറപ്പെട്ട ദിവസം എന്നു ചോദിക്കും. 1857 മെയ് 10, 1857. ഈ ഡേറ്റ് കൃത്യമായി പഠിക്കണം കേട്ടോ. ഏത് ദിവസമാണ്? മെയ് 10 ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. അത് എവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? മീരറ്റിൽ. എവിടെയാണ്? മീരറ്റിലാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത് കേട്ടോ. 1857 മെയ് 10 മീരറ്റിലാണ് ഇത് എന്ത് ചെയ്തത്? പൊട്ടിപ്പുറപ്പെട്ടത്. ഏത്? 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കും കേട്ടോ. പൊട്ടിപ്പുറപ്പെട്ട ഡേറ്റും സ്ഥലവും ചോദിച്ചിട്ടുണ്ട്. മെയ് 10 മീരറ്റിലാണ് റിവോൾട്ട്. അപ്പോൾ റിവോൾട്ട് നടന്ന സമയത്ത് ആരാണ് ഇന്ത്യയുടെ വൈസ്രോയ് അല്ലെങ്കിൽ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കാനിങ് പ്രഭുവാണ്. ലോർഡ് കാനിങ് ആണ് റിവോൾട്ട് നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ എന്താണ്? ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. ആരാണ്? ലോർഡ് കാനിങ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യ ഷെയർസ് ലോങ്ങസ്റ്റ് ലാൻഡ് ബോർഡർ വിത്ത്. ആരുമായാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്? ഓക്കെ, ആരുമായാണ്? നമുക്കറിയാം ഇന്ത്യ എത്ര രാജ്യവുമായിട്ട് ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്? 7 രാജ്യങ്ങളുമായി ലാൻഡ് ബൗണ്ടറി എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യുന്നുണ്ട്. എത്രയാണ് ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത്? 15,100 കിലോമീറ്ററാണ് അല്ലെ. ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി എന്ന് പറയുന്നതാണ് 15,100 കിലോമീറ്ററാണ് ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത്? ലാൻഡ് ബൗണ്ടറി. എത്ര രാജ്യമായിട്ട്? 7 രാജ്യം. അതിലേറ്റവും കൂടുതൽ ഇന്ത്യ ആരുമായിട്ടാ? ബംഗ്ലാദേശുമായിട്ടാണ്. എത്രയുണ്ട്? ബംഗ്ലാദേശുമായി മാത്രം ഇന്ത്യക്ക് 4,100 കിലോമീറ്റർ ഉണ്ട്. 4,100 കിലോമീറ്ററാണ് ഇന്ത്യക്ക് ആരുമായുള്ളത്? ബംഗ്ലാദേശുമായിട്ടുള്ളത്. ഏറ്റവും കുറവാണെങ്കിലോ അത് അഫ്ഗാനിസ്ഥാനാണ്. വെറും 106 കിലോമീറ്റർ. വെറും 106 കിലോമീറ്ററാണ് ഇന്ത്യക്ക് ആരുമായുള്ളത്? അഫ്ഗാനിസ്ഥാനുമായി ഉള്ളത് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശ് എത്രയാ? 4,100. ഏറ്റവും കുറവ് എത്രയാ? അഫ്ഗാനിസ്ഥാൻ. ഇത് കഴിഞ്ഞ ജിഡിക്ക് ചോദിച്ചിട്ടുണ്ട് ഈ ലെങ്ത് കേട്ടോ. 4,100 കേട്ടോ. എന്നാൽ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ 106 കിലോമീറ്റർ, 106 കിലോമീറ്ററുമാണ് കേട്ടോ. ടോട്ടൽ എത്രയാണ്? 15,100. ഇതെല്ലാം അപ്രോക്സിമേറ്റ്ലി ആണ് കേട്ടോ. ഇതെല്ലാം അപ്രോക്സിമേറ്റ്ലി ലെങ്തുകളാണ് കേട്ടോ. സോ 15,100 കിലോമീറ്ററാണ് ലാൻഡ് ബൗണ്ടറി കേട്ടോ. സോ അതിൽ എത്രയാണെന്ന് ചോദിക്കും. ഇതുപോലെ ചോദിക്കും ഇന്ത്യയുടെ കോസ്റ്റൽ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കും. ഇതുപോലെ ചോദിക്കുന്ന ലെങ്താണ് ഇന്ത്യയുടെ കോസ്റ്റൽ ലെങ്ത് എത്രയാണ്. ഇന്ത്യയുടെ തീരദേശ നീളം എത്രയാണ്? 7,516 കിലോമീറ്റർ. 7,516 കിലോമീറ്ററാണ് ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത്? കോസ്റ്റൽ ലെങ്ത് എന്ന് പറയുന്നത്. 7,516 കിലോമീറ്റർ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, രുക്മിണി ദേവി അരുന്താലെ വാസ് അസോസിയേറ്റഡ് വിത്ത് ഡാൻസ് സ്റ്റൈൽ ഡാഷ്. ഏത് ഡാൻസുമായി ബന്ധപ്പെട്ടതാണ് രുക്മിണി ദേവി അരുന്താലെ കേട്ടോ? ഏത് ഡാൻസാടാ രുക്മിണി ദേവി? നമ്മുടെ ഭരതനാട്യമാണ് അല്ലേ. നമ്മുടെ ഭരതനാട്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ രുക്മിണി ദേവി അരുന്തൽ എന്ന് പറയുന്നത് അല്ലേ. നേരത്തെ നമ്മുടെ രാജ്യസഭ മെമ്പറൊക്കെ ആയിരുന്നു അല്ലേ. ആര്? നമ്മുടെ രുക്മിണി ദേവി എന്താണ്? രുക്മിണി ദേവി അരുന്താലെ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ്. ഇതുപോലുള്ള ഈ ഡാൻസ് ഫോം, നമ്മൾ ഡാൻസ് കളിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. എന്താണ്? എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ, പ്രധാനമായും കേട്ടോ. ഇതിൽ ഭരതനാട്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ രുക്മിണി ദേവി. അതുപോലെ ചോദിക്കുന്ന ഒരാളാണ് നമ്മുടെ യാമിനി കൃഷ്ണമൂർത്തി. ഭരതനാട്യം ചോദിക്കും, ഇങ്ങനെ ചോദിക്കുള്ളൂ. യാമിനി കൃഷ്ണമൂർത്തി ഏത് ഡാൻസ് ഫോമുമായി ബന്ധപ്പെട്ടതാണ്? അത് ഡാൻസുമായി ബന്ധപ്പെട്ടതാണ് ഭരതനാട്യം. ഏതാണ്? ഭരതനാട്യം. അതുപോലെ നമ്മുടെ പത്മ സുബ്രഹ്മണ്യം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്ത് ചെയ്യും? ചോദിക്കുന്നത്. ഓക്കെ. അതുപോലെ മോഹിനിയാട്ടം കളിക്കുന്ന 2 ആൾക്കാരെയും പരിചയപ്പെടുത്തണം. മോഹിനിയാട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ
കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, കലാമണ്ഡലം കല്യാണിക്കുട്ടി. അതുപോലെ തന്നെ കലാമണ്ഡലം സുഗന്ധി. അതുപോലെ തന്നെ ചിന്നാമു അമ്മ. ഇവരൊക്കെ ഏതാണ്? വളരെ പ്രധാനപ്പെട്ട മോഹിനിയാട്ടം ഡാൻസേഴ്സാണ്. മോഹിനിയാട്ടം. അതുപോലെ നമുക്ക് കഥക്കിൽ പ്രധാനമായി ചോദിക്കുന്ന ഒരാളാണ് നമ്മുടെ കഥക്കിൽ പണ്ഡിറ്റ് ബിർജു മഹാരാജ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ 2-3 വട്ടം ഈ പേര് കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കഥക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് പണ്ഡിറ്റ് ബിർജു മഹാരാജ്. പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഡാൻസ് ഫോമുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിക്കും. ഏത് ഡാൻസ് ഫോമുമായി ബന്ധപ്പെട്ടതാണ്? കഥക്കുമായി ബന്ധപ്പെട്ട ഒരു ഡാൻസറാണ് ആര്? പണ്ഡിറ്റ് ബിർജു മഹാരാജ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഡാൻസേഴ്സും അവർ ഏത് ഡാൻസുമായി ബന്ധപ്പെട്ടെന്ന് എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. എക്സാം പോയിന്റ് ഓഫ് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ അടുത്ത സ്ലൈഡിൽ പോയാലോ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ ക്രിപ്സ് മിഷൻ അറൈവ് ഇൻ ഇന്ത്യ? ഏത് വർഷമാണ് ഇന്ത്യയിൽ ക്രിപ്സ് മിഷൻ വന്നത്? ക്രിപ്സ് മിഷൻ ആക്ച്വലി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാർ അയച്ച ഒരു 3 കമ്മീഷൻസ് ഉണ്ടല്ലേ. അതിലൊന്നാണ് ഫസ്റ്റ് വന്ന സൈമൺ കമ്മീഷൻ. അത് നമുക്ക് ആദ്യം ചോദിക്കും. സൈമൺ കമ്മീഷൻ ഏത് വർഷം വന്നു? സൈമൺ വർഷോടാ 1928 ഇന്ത്യയിൽ അറൈവ് ചെയ്തു അല്ലേ. 28 അതിലൊരു ഓപ്ഷൻ ഉണ്ടല്ലേ, ഇതാ 28 ഇപ്പം അല്ല. പിന്നെ വന്നതാണ് ക്രിപ്സ് ഏത് വർഷമാണ്? 1942. ആൻസറോടെ ഓപ്ഷൻ സി, യെസ്. ഇനി 1946 ഒരു ടീം വന്നിട്ടുണ്ടല്ലേ, 46 ആര്? നമ്മുടെ ക്യാബിനറ്റ് മിഷൻ അല്ലേ. ആരാണ്? ക്യാബിനറ്റ് മിഷൻ. ഇത് 3 നമ്മൾ ഓർത്തിരിക്കേണ്ട 3 കമ്മീഷൻ. ഇതിൽ ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ ആരാ? സ്റ്റഫോർഡ് ക്രിപ്സ് ആണല്ലേ. സ്റ്റഫോർഡ് ക്രിപ്സ് ആണ് ക്രിപ്സ് മിഷൻ ചെയർമാൻ. സൈമൺ കമ്മീഷൻ ആണെങ്കിൽ ആരാ ചെയർമാൻ? ജോൺ സൈമൺ അല്ലേ. ജോൺ സൈമൺ ആണ് സൈമൺ കമ്മീഷൻ. ക്യാബിനറ്റ് മിഷൻ ചെയർമാൻ ആരാണ്? അത് പെത്തിക് ലോറൻസ്. ആരാണ്? പെത്തിക് ലോറൻസ് ആണ് ഏത് ക്യാബിനറ്റ് മിഷൻ്റെ എന്തെന്ന് പറയുന്നത്? ചെയർമാൻ എന്ന് പറയുന്നത്. സോ ഈ 3 വർഷം എന്ത് ചെയ്യുക, കൃത്യമായും നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ നാഷണൽ സ്പോർട്സ് ഓഫ് പാകിസ്ഥാൻ്റെ നാഷണൽ സ്പോർട്ട്. ഞാൻ ഇതൊരു ചെറിയൊരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, യൂട്യൂബിൽ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അയൽ രാജ്യങ്ങളുടെ നാഷണൽ ഗെയിമുകൾ അല്ലെ കൃത്യമായി പഠിക്കുക. കാരണം നമുക്കിപ്പോൾ പാകിസ്ഥാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈസിയാണ്. പക്ഷെ നമുക്ക് ചിലപ്പോഴൊക്കെ മ്യാൻമർ ഞാൻ കണ്ടിട്ടുണ്ട്. മ്യാൻമറിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. മ്യാൻമർ ഏത്? അതുപോലെ തന്നെ മാൽദീവ്സിൻ്റെ നാഷണൽ സ്പോർട്സ് ഏത്? ശ്രീലങ്കയുടെ നാഷണൽ സ്പോർട്സ് ഏത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. സോ ഏതെന്നറിയോടാ? പാകിസ്ഥാൻ്റെ ഫീൽഡ് ഹോക്കിയാണ്. പാകിസ്ഥാൻ്റെതാണ് ഫീൽഡ് ഹോക്കിയാണ്. മ്യാൻമറിൻ്റെ ആണെങ്കിൽ കാനാബാൾ എന്നൊരു ഗെയിമാണ്. കാനാബാൾ. മാൽദീവ്സ് ആണെങ്കിൽ ഫുട്ബോൾ. ശ്രീലങ്കയ്ക്കും നേപ്പാളിനും ഒരേ ഗെയിമാണ്, വോളിബോളാണ്. ശ്രീലങ്കയും നേപ്പാളും എന്താണ്? വോളിബോളാണ്. പിന്നെ ഭൂട്ടാൻ്റെത് നമ്മുടെ ആർച്ചറിയാണ്. ഭൂട്ടാൻ്റെ എന്താണ് നാഷണൽ സ്പോർട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഭൂട്ടാൻ്റെ നാഷണൽ സ്പോർട്സ് ഏതാണ്? ആർച്ചറിയാണ്. പിന്നെ നമ്മുടെ ചൈനയുടെ എന്താണ് നാഷണൽ സ്പോർട്സ് എന്നറിയോ? ചൈനയുടേത് ടേബിൾ ടെന്നീസാണ്. ടേബിൾ ടെന്നീസാണ് ചൈനയുടെ നാഷണൽ സ്പോർട്സ്. അതുപോലെ നമ്മുടെ ഏതാണ്? ബംഗ്ലാദേശിൻ്റെ നാഷണൽ സ്പോർട്സ് എന്ന് പറയുന്നത് ഏതാണ്? കബഡിയാണ് ബംഗ്ലാദേശിൻ്റെ എന്താണ് നാഷണൽ സ്പോർട്സ്. സോ നമ്മുടെ ഈ 9 അയൽ രാജ്യങ്ങളുടെ എന്താണ് നാഷണൽ സ്പോർട്സ് എന്ത് ചെയ്യുക, കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് എക്സാമിന് ചോദിക്കും കേട്ടോ. സോ ഇതിൽ കാനാബാളൊക്കെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ഗെയിമാണ്. സോ അതൊക്കെ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോക്ക് ഡാൻസ് ജാത്ര ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദി സ്റ്റേറ്റ് ഓഫ്? ഏത് സ്റ്റേറ്റിൽ നിന്നുമാണ് ജാത്ര എന്ന് പറയുന്ന ഫോക്ക് ഡാൻസ്? നമ്മൾ ഡാൻസ് ഫോം മാത്രം നമ്മുടെ ഈ ഒരു സീരീസിൽ തന്നെ കുറേ ഡാൻസ് വന്നിട്ടുണ്ടല്ലോ. ഒരുപാട് ടൈപ്പ് ഓഫ് ഡാൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏത് സ്റ്റേറ്റിലാണ് ജാത്ര ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോമാണ്. കാരണം പെട്ടെന്ന് തന്നെ കിട്ടും, ഈസിയാണ്. ഏതാ? വെസ്റ്റ് ബംഗാളാണ് അല്ലേ. നമ്മുടെ വെസ്റ്റ് ബംഗാൾ റീജിയനിൽ കളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോമാണ് ഏത്? ജാത്ര അല്ലേ. വെസ്റ്റ് ബംഗാൾ മാത്രമല്ല, ബീഹാറിലുണ്ട് അല്ലേ,
ബീഹാർ വരും, ഒഡീഷ റീജിയനിലൊക്കെ ജാത്ര കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ വെസ്റ്റ് ബംഗാൾ ആയതുകൊണ്ട് ആൻസർ ഏതാണ്? വെസ്റ്റ് ബംഗാൾ. ആൻസർ ഏതാണ്? വെസ്റ്റ് ബംഗാൾ ആണ്. ഡാൻസ്, ഫോക്ക് ഡാൻസ്, ജാത്ര എന്ന് പറയുന്ന ഈ ഒരു ഫോക്ക് ഡാൻസ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ചോദ്യമാണ്, ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് ദി ഫസ്റ്റ് എവർ ഗ്രാമി അവാർഡ് വിന്നർ ഫ്രം ഇന്ത്യ? ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഗ്രാമി പുരസ്കാരം കിട്ടിയ വ്യക്തി ആരാണ്? ആരെന്നറിയടാ? നമ്മുടെ പണ്ഡിറ്റ് രവി ശങ്കറാണ്. നമ്മുടെ രവിശങ്കർ, നമ്മുടെ പണ്ഡിറ്റ് രവിശങ്കറിനാണ് ആദ്യമായി ഇന്ത്യയിൽ നിന്നും ഗ്രാമി പുരസ്കാരം. അതും 1967, ചിലതിൽ 68 എന്നും കാണും കേട്ടോ. സോ അത് ഓപ്ഷൻ നോക്കിയെടുത്താൽ മതി. 67 ആണ് കറക്റ്റ്, ചില ഓപ്ഷനിൽ 68 എന്നും കാണും. ഓക്കെ, സോ 1967-68 രവിശങ്കറിന് എന്ത് ലഭിക്കുന്നത്? ഗ്രാമി പുരസ്കാരം. അതും അദ്ദേഹത്തിൻ്റെ ഒരു ആൽബം ഉണ്ട്, ആൽബത്തിൻ്റെ പേര് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ആൽബത്തിനാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? ഗ്രാമി പുരസ്കാരം ലഭിച്ചത്. ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഗ്രാമി പുരസ്കാർ കേട്ടോ. ഗ്രാമി പുരസ്കാരം എന്ന് എന്താ, വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. കാരണം എന്താ, ലോകത്തിൽ മ്യൂസിക്കൽ ഫീൽഡിൽ കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഇത്, ഗ്രാമി പുരസ്കാരം. അത് ലഭിച്ച ആദ്യത്തെ ഇന്ത്യനാണ് ആര്? പണ്ഡിറ്റ് രവിശങ്കർ. അതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗെറ്റ് ഗ്രാമി പുരസ്കാർ. ഗ്രാമി പുരസ്കാരം കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഇന്ത്യൻ വനിത ആരെന്നടാ? അത് നമ്മുടെ താൻവി ഷാ എന്ന് പറഞ്ഞ പാട്ടുകാരിയാണ്. താൻവി ഷാ കേട്ടോ. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗെറ്റ് ഗ്രാമി പുരസ്കാരം. ഗ്രാമി പുരസ്കാരം കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ ആരാണ്? താൻവി ഷാ. താൻവി ഷായ്ക്കാണ് ഗ്രാമി പുരസ്കാരം കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കേട്ടോ. പുള്ളിക്കാരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്ലംസ് ഡോഗ് മില്ലിയനർ എന്ന് പറയുന്ന സിനിമയിലെ ജയഹോ എന്ന് പറയുന്ന ഒരു പാട്ട് എഴുതിയത് ആരാണ്? താൻവി ഷായ. അപ്പോൾ പുള്ളിക്കാരിക്കാണ് ഈ പറഞ്ഞ ഗ്രാമി പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് ഹുദായി ഹിദ്മത്ഗർ? ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഇത്, ഈ ഹുദായി ഹിദ്മത്ഗർ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ഥാപകൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം. സോ ഹുദായി ഹിദ്മത്ത് സ്ഥാപകൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ഈ സംഘടന രൂപീകരിച്ചത്. വർഷം 1929. വർഷം നോട്ട് ചെയ്തോട്ടെ, ചിലപ്പോൾ ചോദിക്കാം. ഇത് വർഷം 1929 ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഹുദായി ഹിദ്മത്ഗർ എന്ന് പറയുന്ന ഈ ഒരു സംഘടന എന്ത് ചെയ്യുന്നത്? രൂപീകരിച്ചത്. ഏത് വർഷമാണ്? 1929 ഈ ഒരു സംഘടന എന്ത് ചെയ്യുന്നത്? രൂപീകരിച്ചത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ സെയ്ദ് അഹമ്മദ് ഖാൻ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹമാണ് നമ്മുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ. അത് ചോദിക്കട്ടാ, അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ. അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനാണ് ആര്? സെയ്ദ് അഹമ്മദ് ഖാൻ കേട്ടാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ എന്താണ്? സ്ഥാപകനാണ് ആര്? ആര്? സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് അതിൻ്റെ സ്ഥാപകൻ. ഓക്കെ, അപ്പോൾ മുഹമ്മദ് അലി ജിന്ന എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവാണ് ആര്? മുഹമ്മദ് അലി ജിന്ന അല്ലേ. ഓക്കെ, സോ നമുക്കത് ഈ ഒരു സെറ്റിൽ നമ്മൾ ഒരു 20 ക്വസ്റ്റ്യനാണ് എടുത്തിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത സെറ്റിൽ ഞാൻ ഇതുപോലത്തെ തന്നെ ഈ വർഷം തന്നെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ വർഷം ചോദിച്ച, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു കാറ്റഗറി നമ്മുടെ 2024 CGL CHL ചോദിച്ച GK കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം അങ്ങനത്തെ ഒരു പാറ്റേൺ നമ്മളിവിടെ കാണുന്നുണ്ട്. കാരണം CHL CGL ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ അതേപാടി ചില ക്വസ്റ്റ്യൻസ് വരുന്ന GD എക്സാമിന് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷങ്ങളിൽ ചോദ്യപേപ്പർ നോക്കിയപ്പോൾ. അപ്പോൾ നമുക്ക് അതുപോലെ ചിലപ്പോൾ ഈ വർഷം കഴിഞ്ഞ 2024 കഴിഞ്ഞ CGL CSL ക്വസ്റ്റ്യൻസ് എന്ത് ചോദിക്കാം? ഈ പറഞ്ഞ GDക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു സീരീസ് കൂടി എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് മുന്നേ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു സീരീസുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.